നാടൻ പാട്ടു പാടണ നേരം നാട്ടു പെണ്ണിൻ ചേലതു കണ്ടേ എന്റെ പെണ്ണിനാരും കൊതിക്കണ ഏഴഴകല്ലേ. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മസാല പൊരിയാണ്. ഞാൻ ഉണ്ടാക്കാൻ പോണത് മസാല പൊരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഉണ്ടാകുന്നത് ബാംഗ്ലൂർ, തമിഴ്നാട്ടിലൊക്കെയാണ് ഈ സാധനം ഉണ്ടാക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഒരു 4 മണിക്കൊക്കെ നമ്മളിങ്ങനെ നടക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബീച്ചിലോ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുമ്പിളായിട്ട് നമ്മൾക്കിത് പെട്ടെന്ന് കഴിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പൊരിയാണ്. 1/2 കിലോ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പൊരി എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ നല്ല തണുപ്പ് ഇതിൽ തട്ടാൻ പറ്റില്ല. പൊരി ഇതാ നല്ല ഫ്രഷ് ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇതാ ഇങ്ങനെ വരണം. എപ്പോഴും പൊരി തുറന്ന് വെച്ചത് കൊണ്ട് ചെയ്യാൻ പാടില്ല. പൊരി 1/2 കിലോ വെച്ചിട്ട് ചെയ്യണം. പിന്നെ വേണ്ടത് നമുക്ക് നിലക്കടല, പൊരി കടല, മിക്സർ, മസാലക്കടല, അവില്, വറ്റൽമുളക്, കറുവേപ്പില, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി. ആദ്യം വേണ്ടത് നിലക്കടല വറ്റൽമുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ്റെ. നമുക്കപ്പം അത് തുടങ്ങാം. ഉരുളിയാണ് ഞാൻ വെക്കണത്. നമുക്കൊന്ന് ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഉരുളി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. മട്ട അവിലാണ്. കുറച്ചിട്ട് വറുത്തെടുക്കാം. പൊട്ടുകടല 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലൊരു 4 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാം ഒന്നിലേക്ക് തന്നെ കോരിയിട്ടോളൂ. അടുത്ത 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇതിലൊരു 4 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചത്. തൊലി കളയാൻ പാടില്ല. തൊലിയാണ് ഇതിന്റെ ഏറ്റവും ഇതിന് ടേസ്റ്റ്. വെളുത്തുള്ളി കോരുമ്പോ നല്ല ചോപ്പായിരിക്കണം, ഇല്ലെങ്കിൽ തണുത്തു പോവും പൊരി നമ്മൾ ഉണ്ടാക്കി. ഒരു 1/2 കപ്പ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒരുപാട് ചുമക്കാൻ പാടില്ല, വേഗം എടുത്തോളണം, കരിയാൻ സാധ്യതയുള്ള കാരണം. കറുവേപ്പില 1 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കറുവേപ്പില നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ചൂട്ടിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ വളരെ കുറവാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ. 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊരിയാണ്. ഞാൻ ഇട്ട് കൊടുക്കുന്നു, നോക്കിക്കോളൂ. അപ്പൊ ഉപ്പിട്ട പൊരിയുണ്ട്, ഉപ്പിടാത്ത പൊരിയുണ്ട്. ഞാൻ ഇത് ഉപ്പിട്ട പൊരിയാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചില ഐറ്റംസിലെല്ലാം ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഉപ്പൊന്നും ഇടുന്നില്ല. അപ്പൊ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്തണമെങ്കിൽ. നമ്മുടെ ഏകദേശം മഞ്ഞപ്പൊടി ഇതിലേക്കൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് മിക്സർ എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തീ നമ്മൾ കമ്മിയാക്കി വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ മസാലക്കടല ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ.
അപ്പൊ അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ നേരത്തെ ഞാൻ ഓരോന്നായി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കോരി വെച്ചത് ഇത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. ഇനിയാണ് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നത്. ഇതൊക്കെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി മസാല പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം, നമ്മ ഇതിൽ ഇടുന്ന സമയത്ത് എല്ലാ അളവൊന്നും നോക്കണമെന്നില്ല. എന്തിട്ടാലും നല്ല ടേസ്റ്റി തന്നെ. എന്ത് സാധനങ്ങൾ ഇതിലേക്ക് നമ്മ ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിയിട്ടേ. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ല ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രഘുവിനെയാണ് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്ന, ഇന്ന് ബാബു അല്ല. അപ്പൊ രഘു വരൂ. ഓ, പുഷ്പമ്മ അടിച്ചു പൊളിച്ച് മസാല പൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കി. ഇനി ഇളക്കാനൊന്നുമില്ല, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു. ഇന്ന് വേറൊരാളും കൂടി ഉണ്ട് എന്റെ കൂടെ. അതെ, അവനെയും കൂടി വിളിക്കട്ടെ. ഓ ശരി, വിളിച്ചോളൂ. എപ്പോഴും ഒറ്റയ്ക്ക് വന്ന് തിന്നു അവന് പരാതി. അതെ, ശ്രീനാഥ് എങ്ങോട്ട് പറ. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ മസാല പൊരി അടിച്ചു പൊളിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനും എന്റെ അനിയൻ ശ്രീനാഥും എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ എടുത്തേ. അതെ അല്ലെ, ശരി, എടുത്ത് കഴിച്ചോളൂ. ഓ, നല്ലോണം ഒന്ന് ഇളക്കട്ടെ. ചിലപ്പോഴേ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്റെ കുട്ടികൾക്ക്. അതാ പറയുന്നത്. വയറ് നിറച്ച് കഴിക്കിട്ടാ. ഓക്കെ, റെഡി. എന്റെ കുട്ടി പുതിയ കുട്ടിയല്ലേ, ടേസ്റ്റ്. അതെ, ശ്രീ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കൊണ്ടടാ, ഒറ്റപ്പൂത്തി കാട്ടാൻ പാടില്ല. കഴിക്ക്. നന്നായിട്ടുണ്ട്. സംഭവം ചെറുക്കനുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ അടിച്ചു പൊളിച്ചു. വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ സാധനം. ചായ പലഹാരം. അതെ, എന്തായാലും സൂപ്പർ ആയിട്ട്. കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറായി. ഒന്നും നോക്കാനില്ല. നല്ല പാട്ടൊക്കെ തനിയെ വരും. ഇടയ്ക്ക് മുളക് കടിക്കുമ്പോ പാട്ടും വരും. പിന്നെ അല്ല, അപ്പൊ നല്ല പാട്ടാവും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും എന്റെ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? ശ്രീന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, ഒരു കുഞ്ഞിന്റെ പാട്ട് ഞാൻ കേട്ടു. അപ്പൊ എന്തായാലും ശ്രീന്റെ വക ഒരു പാട്ട് ഇന്ന് അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എല്ലാവർക്കും 4 വരി പാടാം. പാലക്കാടൻ നാട്ടുവഴിയിൽ നിന്നെ തേടി വന്നൊരു നാളിൽ കരിമ്പന താളത്തിലാടണ് കണ്ടു നിന്നരേ. നാടൻ പാട്ടു പാടണ നേരം നാട്ടു പെണ്ണിൻ ചേലതു കണ്ടേ. എന്റെ പെണ്ണിനാരും കൊതിക്കണ ഏഴഴകല്ലേ. ഓക്കെ, അടിച്ചു പൊളിച്ചു. അപ്പൊ എന്തായാലും ഇന്നത്തെ മസാല പൊരി സൂപ്പറായി. എനിക്ക് തൃപ്തിയായി. ഞങ്ങക്ക് മസാല പൊരി കണ്ടതും തൃപ്തിയായി. അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതേപോലെയുള്ള ഒരു സാധനം വീട്ടിലുണ്ടാക്കി കൊടുക്കി. കുഞ്ചു കുട്ടികൾ മക്കളുള്ളവിടെ മറക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കി. എന്താ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുക്കാല്ലേ? ശരി, ഞങ്ങൾ മസാല പൊരി തിന്നട്ടെന്ന്.